ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വർഗീസ് ജേക്കബ്, JP-യുടെ സംസ്ഥാന സെക്രട്ടറി അരുൺജിത്ത്, അബ്രാം സാർ, ജോണി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇവിടെ കൂടുന്നത് ഒരു സമരാഹ്വാന കൺവെൻഷൻ എന്നുള്ള നിലയിലാണ്. ഒരു കൂട്ടർ ഇവിടെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ സമരാഹ്വാനം എന്നുള്ള മറ്റൊരു കൺവെൻഷൻ കൂടുന്നത്. നമ്മൾ കാണുന്നുണ്ടല്ലോ NGO യൂണിയൻ വലിയ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പഴയകാലത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെയും രാജഭരണത്തിൻ്റെയും അവശിഷ്ടങ്ങളായി കുറച്ചു കാലത്തെ ഭരണക്രമങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും തൊഴിലാളി വിരുദ്ധമായ ഒരു സർക്കാരാണ് നിലനിൽക്കുന്നത് എന്നത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ നമുക്ക് പറയാം. ആരെങ്കിലും തർക്കിക്കാൻ വരുന്നെങ്കിൽ വരട്ടെ, നമുക്ക് അത് തർക്കിക്കാം. എന്നുവെച്ചാൽ പട്ടംതാണുള്ള K. കരുണാകരൻ എന്നിങ്ങനെയൊക്കെയുള്ള അവരുടെ ചരിത്രം നമുക്കറിയാം. തൊഴിലാളികളുടെ സമരങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും നിഷ്ഠൂരമായി അടിച്ചമർത്തിയിട്ടുള്ള സർക്കാരുകളാണ്, കായികമായി പോലീസിനെ ഉപയോഗിച്ച്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ നിലനിൽക്കുമ്പോഴേക്കും സർക്കാർ ജീവനക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ നഷ്ടങ്ങളെപ്പറ്റി വളരെയധികം കൺസേണാണ്. അവർക്ക് നഷ്ടപ്പെടുന്നത് DA, അരിയറുകൾ, അതിനെ സംബന്ധിച്ച് നമ്മൾ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പം സർക്കാർ ഉദ്യോഗസ്ഥനാണോ എന്നറിയുന്നത് അവർ DA പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആളുകൾ കളിയാക്കാറുണ്ട്, ഇവന്മാർക്ക് വേറെ ഒരു സംഗതിയിൽ DA ഇൻക്രിമെൻറ്റിനെയും പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല. ഞങ്ങളൊക്കെ നമ്മളെല്ലാവരും സർക്കാർ ജീവനക്കാരുടെ മേഖലയിലുള്ള ആളുകളാണ്. എന്നുവെച്ചാൽ ഓരോ സർക്കാർ ജീവനക്കാർക്കും നഷ്ടപ്പെടുന്നത് എന്ത് എന്നുള്ളത് വളരെ നിശ്ചയമാണ്. അതുപോലെ ഈ NGO യൂണിയൻ എന്ന സർക്കാർ വിലാസം സംഘടന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പം മാറി മാറി വരുന്ന സർക്കാരുകളുടെ കാലത്ത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നമ്മുടെ സർവീസ് സംഘടനകൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാന ഒരു വിഷയം നിലനിൽക്കെ സർക്കാർ മാറി വരുമ്പോഴേക്കും ആ സർക്കാരിൻ്റെ പിൻപറ്റുന്ന ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനകൾ അവർ ആണ് ഈ സർക്കാർ വിലാസം സംഘടനകൾ എന്ന് വിളിക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ സർക്കാർ വരുമ്പോഴേക്കും ആ സർക്കാരിനെതിരെ ഒരു ഡിമാൻഡ് വയ്ക്കില്ല. ജീവനക്കാർക്ക് എത്ര വലിയ നഷ്ടങ്ങളുണ്ടായാലും അത് ഉയർത്തിക്കൊണ്ടുവരില്ല. പക്ഷേ ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതല്ല. ഒരു സംഘടന അവരുടെ അംഗങ്ങളുടെ മൊത്തം താല്പര്യത്തിന് വിരുദ്ധമായി ഈ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് അതിൻ്റെ ഇരകളെ അതിന് പ്രതിഷേധിക്കുന്നതിൽ നിന്ന് തടയുക എന്നുവെച്ചാൽ സർക്കാർ ഒരു ഭാഗത്ത് നിന്ന് ഒരു തൊഴിലാളി വിരുദ്ധ നടപടി എടുക്കുന്നു, അതിനെ പ്രതിരോധിക്കാനും സംരക്ഷിക്കുവാനും വേണ്ടിയുള്ള ഒരു സംഘടന എന്നുള്ള നിലയിൽ. നിങ്ങൾ ഫേസ്ബുക്കൊക്കെ നോക്കുന്ന ആളായിരിക്കും, ഒന്ന് നോക്കേണ്ടതാണ്. ജീവനക്കാർക്ക് അവർ പ്രതികരിക്കാനറിയാം, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു എന്നുള്ളത് അറിയാനായിട്ട് NGO യൂണിയൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയാണ്. സർക്കാർ DA പ്രഖ്യാപിച്ചിരിക്കുന്നു, ആഹ്ലാദ പ്രകടനം, ഒരു പോസ്റ്റ്. അതിൻ്റെ താഴെ ഒരു 500 പേരെങ്കിലും കമൻറ്റ് ചെയ്യും. പക്ഷേ അതിനകത്തുള്ള 490 പേരും ഈ സർക്കാരിനെയും NGO യൂണിയനെയും പച്ച തെറി വിളിച്ചുകൊണ്ടിരുന്നതായിരിക്കും. നോക്കണം, നമുക്ക് തന്നെ സങ്കടമുണ്ട്. അവരുടെ സ്വന്തം പേജ് അവർ വലിയ കാര്യമായിട്ടൊക്കെ ഇടുമ്പോഴേക്കും പക്ഷേ അതിൻ്റെ താഴെ വരുന്നത് ഇതാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ജീവനക്കാർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അവർക്ക് എന്തറിയാം?
അവർക്ക് നഷ്ടപ്പെട്ടത് എന്തെന്നറിയാം. പക്ഷേ അതുമാത്രം പോരാ. നമ്മുടെ JPA ജീവനക്കാർക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്, നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആധികാരികമായ റിസർച്ച് നടത്തി ജീവനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. പല വിഷയങ്ങളും നമ്മുടെ JPA എത്ര ചെറിയ സംഘടനയാണെങ്കിലും, എണ്ണത്തിൽ ചെറിയ സംഘടനയാണെങ്കിലും, പല വിഷയങ്ങളിൽ നമ്മുടെ JPA ആണ് ആധികാരികമായി പഠിച്ച് ആ വിഷയങ്ങളുടെ അപകടം ജീവനക്കാരുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ NPS അഖിലേന്ത്യാ തലത്തിൽ 2002 വന്നത് മുതലല്ല, അതിനു മുമ്പ് അതിനെ സംബന്ധിച്ചുള്ള സർക്കാർ സംവിധാനങ്ങളിലെ അതിൻ്റെ ബൗദ്ധിക തലത്തിൽ ആലോചനകൾ നടക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചു. വരാൻ പോകുന്ന കാലത്ത് എന്താണ് ജീവനക്കാരുടെ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ജീവനക്കാരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് തുടങ്ങി പല വിഷയങ്ങളിലും മെഡിസപ്പ് വന്നപ്പോഴേക്കും കേരളത്തിലെ എല്ലാ സർവീസ് സംഘടനകളും, അത് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ സർവീസ് സംഘടനകളും അതിനകമഴിഞ്ഞ് സ്വാഗതം ചെയ്യുന്ന സമയത്ത് ജീവനക്കാർക്ക് എന്തോ ഒരു പുതിയ കാലത്ത് ഒരു വലിയ ആനുകൂല്യം വരാൻ പോകുന്നു എന്ന് അവതരിപ്പിച്ച സമയത്ത് നമ്മുടെ JPA അതിൻ്റെ അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് നമ്മുടെ ജീവനക്കാരുടെ ഇടയിൽ ക്യാമ്പയിൻ നടത്തി. അന്ന് നമ്മൾ കൊടുത്ത മുന്നറിയിപ്പുകൾ ഇന്ന് ജീവനക്കാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, അതായത് ജീവനക്കാരുടെ നഷ്ടങ്ങൾ എന്താണ് എന്നുള്ളതിനപ്പുറം ജീവനക്കാർ മനസ്സിലാക്കാതെ പോകുന്നത് ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, ഇതിൻ്റെ പരിഹാരം എന്താണ്, യഥാർത്ഥ പരിഹാരം എന്താണ്. ഇതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ട് നമ്മുടെ ജീവനക്കാരുടെ അവരുടെ ആ തരത്തിലുള്ള ചിന്താവിഷയമാകാത്തത്. അപ്പോൾ നമ്മുടെ വലിയൊരു ചുമതല ആ മേഖലയിലാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇവിടെ വർഗീസ് സാറ് KM എബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞു. KM എബ്രഹാമിനെ അന്ന് ആളുകൾ കൈ കിട്ടിയാൽ തല്ലുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഒരു കറുത്ത ഉത്തരവിൻ്റെ ഉപജ്ഞാതാവ്. പക്ഷേ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ ഈ KM എബ്രഹാമായിട്ട് ദീർഘകാലം ഒരുമിച്ച് ദീർഘകാലം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വളരെ നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ്. ആ എബ്രഹാം മോശക്കാരനായതുകൊണ്ടല്ല അത് കറുത്ത ഉത്തരവ് വന്നത്. അത് ആഗോള മുതലാളിത്തത്തിൻ്റെ ആഗോള മുതലാളിത്തം എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യക്ക് പുറത്തുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള എന്നല്ല, കേരളത്തിലും ഇന്ത്യയിലും ഉൾപ്പെടെയുള്ള മുതലാളിത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു മുതലാളി എന്നുള്ളതല്ല, മുതലാളിത്ത വ്യവസ്ഥയുടെ ഒരു ആവശ്യകതയെ തുടർന്നാണ് ഈ നടപടികളെല്ലാം വന്നത്. ആഗോളവൽക്കരണമെന്ന് പൊതുവെ വിളിക്കുന്ന പദ്ധതി അത് മുതലാളിത്തത്തിൻ്റെ ഒരു ജീർണമായ അവസ്ഥയിൽ അങ്ങേയറ്റം അവരുടെ പ്രതിസന്ധി നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച ഒരു നയമാണ്. ആ നയം മുതലാളിമാരുടെ അതിജീവനം എന്ന് പറയുമ്പോഴേക്കും അത് തൊഴിലാളികളുടെയും അധ്വാനിക്കുന്നവരുടെയും സാധാരണ മനുഷ്യരുടെയും ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള നയമാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യന് മാന്യമായിട്ടൊരു ജീവിതം നയിച്ചു പോവുക എന്നുള്ള അടിസ്ഥാന ലക്ഷ്യം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതിനെ തുടർന്ന് വന്ന ഭരണഘടനയിൽ ഈ വിഷയം അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിതത്തിൻ്റെ ഉപാധികൾ അതവന് കിട്ടുന്ന അവൻ്റെ അധ്വാനം വിറ്റ് കിട്ടുന്ന അവൻ്റെ വരുമാനത്തിലാണ്. ആ വരുമാനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഭരണഘടനയിൽ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. എന്താണ്? ഒരാളിന് മാന്യമായൊരു ജീവിതത്തിന് വേണ്ടിയുള്ള വരുമാനം 3 തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. മിനിമം വേതനം, ലിവിങ് വേജ്, അതുപോലെ ഫെയർ വേജ്. ഈ 3 തരത്തിലുള്ള വേജ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഫെയർ വേജ് കൊടുക്കണം എന്നുള്ളതാണ് ലക്ഷ്യം.
പക്ഷേ മിനിമം വേതനം കൊടുക്കാതിരിക്കരുത്. മിനിമം വേതനത്തിന് നിശ്ചിതമായ മാനദണ്ഡങ്ങളുണ്ട്. വെറുതെ ഒരു മിനിമം വേതനം എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് എന്നുള്ള നിലയിലൊരു അവ്യക്തമായ സംഗതിയില്ല. കൃത്യമായ കണക്കുകൂട്ടാവുന്ന വ്യവസ്ഥകളും ഫോർമുലകളും വെച്ചുകൊണ്ടുള്ള മിനിമം വേതനമാണ്. ഒരാളുടെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി എത്ര ഭക്ഷണം വേണം, ഒരാൾക്ക് എത്ര കലോറി ഊർജ്ജം വേണം, എത്ര മീറ്റർ വസ്ത്രം ഒരു വർഷം ഉടുക്കും, വിദ്യാഭ്യാസ ചെലവ് എത്ര, അവൻ്റെ ചികിത്സാ ചെലവ് എത്ര വരും, ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് മിനിമം വേതനം നിശ്ചയിക്കുന്നത്. അത് കൃത്യമായ ഫോർമുല, വലിയ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഫോർമുല. അപ്പം അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു സംഗതി, ഈ മിനിമം വേതനം ഒരു തൊഴിലാളി എന്ന് പറഞ്ഞാൽ കായിക അധ്വാനം വിൽക്കുന്ന തൊഴിലാളികളുണ്ട്, അല്ലാതെ ബൗദ്ധികമായിട്ട് അവൻ്റെ ബൗദ്ധിക അധ്വാനം വിൽക്കുന്ന ആളുകൾ. നമ്മളൊക്കെ ആ തരത്തിൽ ബൗദ്ധിക അധ്വാനം വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. ജീവനക്കാരെന്നാണ് പറയുന്നതെങ്കിലും തൊഴിലാളികളാണ്, തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്, നമ്മുടെ അധ്വാനം വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു തൊഴിലാളിയുടെ കുടുംബത്തിന് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഈ വ്യവസ്ഥകൾ പ്രകാരം കണക്കൂട്ടുന്നത് 2024 കണക്കൂട്ടിയിട്ടുള്ളത് 39,500 രൂപയാണ്. അതാണ് മിനിമം വേതനം. ഇതിനോടൊപ്പം ചേർത്ത് ഈ ഭരണഘടനയുടെ കാര്യം പറയുന്ന പോലെ അതിനോടൊപ്പം ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. 1991 കൽക്കട്ടയിലെ ഒരു റെഡ്കോസ് ബേക്കറി ഒരു കമ്പനി ഫയൽ ചെയ്ത കേസിലെ സുപ്രീം കോടതിയുടെ വിധിയാണ്. അതിൽ സുപ്രീം കോടതി വളരെ വിശദമായി പറയുന്നുണ്ട്. അതായത് മിനിമം വേതനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അവൻ്റെ അധ്വാനത്തിന് കൊടുക്കേണ്ടുന്ന മിനിമം വേതനമാണ്. ആ മിനിമം വേതനം കൊടുക്കാൻ തയ്യാറില്ലാത്ത അല്ലെങ്കിൽ അതിന് ശേഷിയില്ലാത്ത ഒരു സംവിധാനത്തിന് നിലനിൽക്കാനുള്ള അവകാശമില്ല. ഇത് വിധിയാണ്. ആ വിധിക്കെതിരെ ഇതുവരെ ഒരു സുപ്രീം കോടതി വിധിയും വന്നിട്ടില്ല. എന്നുവെച്ചാൽ ആ വിധി നിലനിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മിനിമം വേതനം എങ്ങനെയാണ്? നമ്മുടെ ആശാ തൊഴിലാളികൾ സമരം ചെയ്തു 8.5 മാസം. അവരാവശ്യപ്പെട്ടത് 21,000 രൂപയാണ്. അവർ കൊടുത്തത് എത്ര? 7,000 രൂപ. എന്ന് വെച്ചാൽ ഒരു ദിവസം 233 രൂപ. സർക്കാരിൻ്റെ സംവിധാനമാണ്. ഒരു ദേശീയ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ കൊടുത്ത 233 രൂപ. അവരുടെ ആവശ്യം 21,000 രൂപ ആവശ്യപ്പെട്ടപ്പോഴേക്കും ഈ സർക്കാർ അവരെങ്ങനെയൊക്കെയാണ് അധിക്ഷേപിച്ചതെന്ന് നമുക്കറിയാം. അവർ കീടങ്ങളെന്ന് വിളിച്ചു, നികൃഷ്ട ജീവികളെന്ന് വിളിച്ചു. അപ്പോൾ അതാണ് ഈ മിനിമം വേതനത്തിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന കാഴ്ചപ്പാട്. ഫെയർ വേജ് 56,000 രൂപയാണ്. ഞാൻ 2024 കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എത്രയാണെന്ന് കണക്കൂട്ടുന്നത് നമ്മൾ തന്നെ ചിലപ്പം അതിശയിച്ചു പോകും. അപ്പോൾ ഈ ഞാൻ ഇത് പറഞ്ഞതിന് ഒരു ഉദ്ദേശത്തോടാണ്. അതായത് ഈ സർക്കാരല്ല ഏതൊരു സർക്കാരും ജീവനക്കാർ അവൻ്റെ അവകാശങ്ങൾ ആവശ്യപ്പെടുമ്പോഴേക്കും സർക്കാർ ജീവനക്കാർക്ക് വളരെ വലിയ എന്തോ കൊടുക്കുകയാണ്. അത് കാരണം സർക്കാരിൻ്റെ ഖജനാവ് മുഴുവനും സർക്കാർ ജീവനക്കാരെ തീറ്റിപ്പോറ്റാനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് ബഹുജനങ്ങളുടെ ഇടയിൽ ഈ സർക്കാർ ജീവനക്കാരുടെ സമരത്തിന് വേണ്ടിയുള്ള പിന്തുണ ഇല്ലാതാക്കുക, സർക്കാർ ജീവനക്കാരെ ഒരുതരം അന്യജീവികളായിട്ട് കാണുന്ന തരത്തിലേക്ക് ആക്കി തീർക്കുക എന്നുള്ളൊരു ലക്ഷ്യം സർക്കാർ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് പോലും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അത് ശരിയല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരിക എന്ന് പറഞ്ഞാൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനകത്ത് നിശ്ചിതമായ എല്ലാ വിഷയങ്ങൾക്കും മാനദണ്ഡമുണ്ട്. ഈ മിനിമം വേതനത്തിൻ്റെ കാര്യം നിശ്ചയിക്കുന്നത് പോലെ തന്നെ നമുക്ക് ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ മിനിമം വേതനം ഈ തരത്തിൽ അവർ ഒരിക്കലും കണക്കാക്കാറില്ല. പക്ഷേ എന്നാലും അവരൊരു മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു കുടുംബത്തിൻ്റെ ആവശ്യകതകളൊക്കെ പറഞ്ഞിട്ടാണ് ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ്, ആ തരത്തിലുള്ള പ്രൊമോഷൻസ്, ഗ്രേഡ് പ്രൊമോഷൻസ്, ഇതിനെല്ലാം മാനദണ്ഡമുണ്ട്. അപ്പം മാനദണ്ഡം അർഹതയുള്ളതിനേക്കാൾ എത്രയോ കുറച്ചാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും അനർഹമായി സർക്കാർ ജീവനക്കാർ പിടിച്ചു പറ്റുന്നതല്ല എന്നുള്ളതാണ് അതിനകത്ത് വ്യക്തം. അതുപോലെ തന്നെയാണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയല്ല ഈ ഖജനാവ് മുഴുവനും തുറന്നു കൊടുക്കുന്നത്. അതിനകത്ത് സർക്കാർ എപ്പോഴും കള്ളം പറയും.
91%, റവന്യൂ വരുമാനത്തിൻ്റെ 91% സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുകയാണ് എന്ന് പറയും. ഒരു ഉളുപ്പില്ലാതെ പറയും. എത്ര തന്നെ അതിനെ ഖണ്ഡിച്ചാലും അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സർക്കാർ മന്ത്രി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ പറ്റും. അവിടെയൊക്കെ കേസ് സ്വീകരിക്കുകയില്ല. കാരണം മന്ത്രിമാർക്ക് കള്ളം പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ള മട്ടിലാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന തുക ക്രമേണ കുറഞ്ഞു വരികയാണ്. 1991 തോന്നുന്നു അത് 56% റവന്യൂ വരുമാനത്തിൻ്റെ. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള വിഹിതം എന്ന് പറഞ്ഞാൽ 26%. പക്ഷെ അവർ 91% പറയുന്നത് എന്താണ്? പലിശ കൊടുക്കാനുള്ള പൈസയാണ്, ആ വിഹിതവും കൂടെയാണ് ഇതിനകത്ത് കൂട്ടുന്നത്, പലിശ. അപ്പം സർക്കാരിൻ്റെ കടം കൂടുന്നതിനനുസരിച്ച് പലിശ കൂടും. പലിശ കൂടുന്നതിനനുസരിച്ചാണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ചെലവഴിക്കുന്ന വിഹിതം കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ ആ കണക്കും ഗ്രാഫും ഒന്ന് നോക്കുകയാണെങ്കിൽ അറിയാം. പലിശ കൊടുക്കാനുള്ള അതിൻ്റെ കർവ് കൂടുന്നതിനനുസരിച്ച് ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് താഴോട്ട് വരും. തിരിച്ചു പറഞ്ഞാൽ സർക്കാരിൻ്റെ ഈ കടം വാങ്ങിക്കൂട്ടുന്നതിന് അതിനെ നിലനിൽക്കാനും കൂടുതൽ കടം എടുക്കാനും വേണ്ടിയുള്ള അതിനുള്ള ന്യായം എന്നുള്ള നിലയിലാണ് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന വിഹിതം കുറയ്ക്കുന്നത്. അപ്പോൾ ഈ കെ.എം. എബ്രഹാമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, കെ.എം. എബ്രഹാം യഥാർത്ഥത്തിൽ ആരാണ്? പുതിയ ആഗോള സാമ്പത്തിക നയത്തിൻ്റെ നടത്തിപ്പ് ഏറ്റവും ഫലപ്രദമായിട്ട് നടത്തുന്ന ഒരാളാണ്. ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ ഒരു പുതിയ രീതി എന്ന് പറയുന്നത് കടം വാങ്ങിയുള്ള വികസനം എന്നുള്ള നിലയിൽ ജനകീയാസൂത്രണം, ആ തരത്തിൽ ജനകീയാസൂത്രണവും അധികാര വികേന്ദ്രീകരണവും അതിനോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കപ്പെട്ടാണ് കടം വാങ്ങിയുള്ള വികസനം. ഇതെല്ലാം നമ്മുടെ സാക്ഷാൽ വലിയൊരു ബുദ്ധിജീവി തോമസ് ഐസക്കാണ് അതിൻ്റെ അപ്പോസ്തലനായിട്ട് അവതരിച്ച്. തോമസ് ഐസക്കിൻ്റെ മാത്രമൊന്നുമല്ല, അല്ലാതെ ആഗോളവൽക്കരണത്തിൻ്റെ നയമാണ്. അപ്പോൾ കടം വാങ്ങിയുള്ള വികസനത്തിൻ്റെ ഉസ്താദാണ് ഈ കെ.എം. എബ്രഹാം. കടം തരപ്പെടുത്തി കൊടുക്കും. കടം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതൊരു പദ്ധതിയാണ്, ഓരോ സ്കീമായിട്ട് പ്രോജക്റ്റായിട്ടാണ് വരുന്നത്. നമ്മുടെ 2002 വന്ന അടിച്ചമർത്തലിൻ്റെ കറുത്ത ഉത്തരവിൽ വന്ന തീരുമാനങ്ങളുടെ പിന്നിൽ എന്തായിരുന്നു? ഒരു പ്രോജക്റ്റായിരുന്നു. MGP ADBയുടെ ലോണിന് പ്രകാരം വന്ന MGPയുടെ കരാറാണ്. നമ്മൾ ആ കരാറൊക്കെ പുറത്തു കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കുറയ്ക്കണം എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവന്നത്. ഇപ്പോഴും പുതിയ കരാറുകൾ നിലവിലുണ്ട്. ഈ 2018 പ്രളയത്തിനെ വെച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ വലിയ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്, അത്ര വലിയ ലോണല്ല, പക്ഷേ ലോണിൻ്റെ വ്യവസ്ഥകളാണ് ഭീകരം. അതിനകത്തും ഒരു വകുപ്പ് എന്താണ്? ഈ ഫിനാൻഷ്യൽ സർവീസിൻ്റെയും ഡെപ്റ്റ് മാനേജ്മെൻറ്റിൻ്റെയും പ്രോജക്റ്റാണ്. അതിലൊരു പ്രോജക്റ്റാണ്. അതിലെയും ഡെപ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു വശമാണ് സർക്കാർ ജീവനക്കാർക്ക് അവർക്ക് കൊടുക്കുന്ന വിഹിതം കുറയ്ക്കുക എന്നുള്ളത്. അതിനനുസരിച്ചാണ് ഈ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന വിഹിതം കുറച്ചു കൊണ്ടുവരുന്നത്. എന്നുവെച്ചാൽ 2018 നിലവിൽ നിന്ന, അല്ലെങ്കിൽ 2016 നിലവിലിരുന്ന സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി അതിനെ തിരിച്ചെടുത്തു. വളരെ ആസൂത്രിതമായി, വളരെ സൈലൻ്റായി, വളരെ ആളുകളെ ഒരു തരത്തിലും അജിറ്റേറ്റ് ചെയ്യിപ്പിക്കാത്ത സർക്കാർ ജീവനക്കാർ, അവരുടെ സംഘടനകൾ ഒരു പ്രതിഷേധവും ഇറക്കാത്ത, അതുവഴി എന്താണ് സംഭവിച്ചത്? 1 ലക്ഷം കോടി രൂപ, ഒരുപക്ഷെ നമ്മളായിരിക്കും ആദ്യം ആ കണക്ക് പുറത്തു വരുന്നത്. സർക്കാർ ജീവനക്കാരുടെ നഷ്ടം, ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്ക് എത്ര നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ JPA പുറത്തു കൊണ്ടുവന്നു. അത്ര ഭീമമായൊരു തുക. ഈ 1 ലക്ഷം കോടി രൂപ സർക്കാർ ജീവനക്കാരിൽ നിന്ന് പിടിക്കുമ്പോഴേക്കും അത് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ചില സർക്കാരിൻ്റെ ചില നികുതി നിർദ്ദേശങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, ക്ഷേമ പദ്ധതി പെൻഷൻ കൊടുക്കാനാണെന്നൊക്കെ പറയും.
പക്ഷേ അതിനൊന്നും അല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ സർക്കാർ ബഡ്ജറ്റിൽ ഓരോ വർഷവും ആ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് നിന്ന് പരിശോധിക്കാൻ സാധ്യമായെന്ന ആളുകൾ നോക്കണം. അതിന് ബഡ്ജറ്റ് പ്രൊപ്പോസലുണ്ട്. അതിൻ്റെ ആക്ച്വൽ എക്സ്പെൻസ്, ബഡ്ജറ്റ് എസ്റ്റിമേറ്റും ആക്ച്വൽ എക്സ്പെൻസും വരും. അത് ഓരോ വർഷവും, ഉദാഹരണത്തിന് 2023-24 സർക്കാർ ജീവനക്കാർക്ക് വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് പ്രൊവിഷൻ അത് എത്ര എമൗണ്ട്, ഞാനിപ്പോൾ എമൗണ്ടൊന്നും ഓർക്കുന്നില്ല. ആക്ച്വൽ എക്സ്പെൻസ് അതിൻ്റെ കൂടെ കാണും. അത് നമ്മൾ പരിശോധിച്ച് നമ്മുടെ JPA അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ബഡ്ജറ്റ് വിഹിതം ഇടുന്നതിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ കുറച്ചാണ് ചിലവാക്കുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാർ കൊടുക്കേണ്ടുന്നത്, സ്റ്റാറ്റ്യൂട്ടറിയായിട്ട് കൊടുക്കേണ്ടുന്നത് കൊടുക്കുന്നില്ല. അതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്? ഒന്ന് DA കൊടുക്കാതിരിക്കുക. അത് മാത്രമല്ല, ഇതിനകത്തൊരു ഒളിഞ്ഞിരിക്കുന്ന വേറൊരു സംഗതിയുണ്ട്. എന്താണ്? സർക്കാർ ജീവനക്കാരുടെ തസ്തികകൾ പൂർണ്ണമായിട്ട് നികത്തുന്നില്ല. അത് ഒളിഞ്ഞിരിക്കുന്നതാണ്. എങ്ങനെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്? നമ്മുടെ ഈ PSCയിൽ പരീക്ഷ എഴുതിയിട്ട് ഈ പാവപ്പെട്ട തൊഴിലാത്ത ചെറുപ്പക്കാർ അവർ ഈ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി അവിടെ എത്ര വേക്കൻസി ഉണ്ടെന്ന് അന്വേഷിക്കും. കാരണം അവർ അങ്ങ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റ് തീരാൻ പോകുന്നു, അതിനു മുമ്പ് എങ്ങനെയെങ്കിലും നിയമനം വാങ്ങണം, അതിൻ്റെ വേക്കൻസി അന്വേഷിച്ച് ഇങ്ങനെ പരക്കം പായി വിവരാവകാശ നിയമം അനുസരിച്ച് അതല്ലാതെ കയറി ഇറങ്ങി അവിടുത്തെ വേക്കൻസി ഉണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വേക്കൻസി ഒന്നും കാണില്ല. എന്താണ്? LD ക്ലർക്കിൻ്റെ പോസ്റ്റ് ഒരാൾ എഴുതിയിട്ട് ഒരു ഓഫീസിൽ പോയി അവിടെ LD ക്ലർക്കിന് എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കും. LD ക്ലർക്കിന് വേക്കൻസി കാണില്ല. പകരം അതെന്തുകൊണ്ടാണ് വേക്കൻസി ഉണ്ടാകാത്തത്? നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അറിയാവുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. LD ക്ലർക്കിൻ്റെ വേക്കൻസി വരണമെങ്കിൽ എവിടെ നിന്ന് വരണം? അതൊരു സീനിയർ സൂപ്രണ്ടിനെ പ്രൊമോട്ട് ചെയ്യണം, ജൂനിയർ സൂപ്രണ്ടിനെ പ്രൊമോട്ട് ചെയ്ത് സീനിയർ സൂപ്രണ്ടാക്കണം, ഹെഡ് ക്ലാർക്കിനെ പ്രൊമോട്ട് ചെയ്ത് UD ക്ലാർക്ക് ഹെഡ് ക്ലാർക്ക് ആകുമ്പോഴേക്കുമാണ് LD ക്ലാർക്കിന് വേക്കൻസി വരുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? സീനിയർ സൂപ്രണ്ടിനും ജൂനിയർ സൂപ്രണ്ടിനും ഹെഡ് ക്ലാർക്കിനും യഥാസമയം പ്രൊമോഷൻ കൊടുക്കില്ല. അത് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊമോഷൻ കമ്മിറ്റി കൂടാതെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാക്കി ഈ താഴെ തട്ടിൽ ഈ വേക്കൻസി വരില്ല. ഇവരിതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഒരാളിന് 2-3 ചുമതല കൊടുക്കും. അമിതമായ ജോലി സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം, അവരുടെ പേരും ഫോട്ടോസൊക്കെ നമ്മുടെ JPA പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു സീനിയർ സൂപ്രണ്ട് DOയുടെ കണ്ട പോസ്റ്റ് 1-2 ചുമതല കൊടുത്തിട്ട് പോയി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ താങ്ങാനാവാത്ത ജോലി സമ്മർദ്ദം കാരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് സർക്കാർ സേവ് ചെയ്യുന്നത്. ഇവിടെ സ്പാർക്കിലെ ഡേറ്റ വെച്ച് നമുക്ക് അറിയാം, പക്ഷെ നമുക്ക് കിട്ടൂല. പക്ഷെ സർക്കാർ, പിണറായി വിജയൻ ഓരോ ആളുകളുടെ അടുത്ത് അവരുടെ നേരിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ആ ഡേറ്റ എടുത്തുകൊണ്ട് പോയി. ആ ഡേറ്റ പുറത്തു വന്നതുപോലെ അല്ലത്. ഇന്ന് ലോകത്തിൽ ഈ സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ അതിനേക്കാളും വിലയുള്ള ഒരു സംഗതിയാണ് ഡേറ്റ കച്ചവടം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കേരളത്തിലെ 5 ലക്ഷം ജീവനക്കാരുടെ ഡേറ്റ അത് വിറ്റാൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു സംഗതിയാണ്. കോടിക്കണക്കിന് രൂപയുടെ. കാരണം അത് കമ്മേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് വളരെ പ്രയോജനം കിട്ടുന്നതാണ്. അപ്പോൾ ഈ സർവേ വഴി കിട്ടുന്ന ഡേറ്റകൾ എന്ന് പറഞ്ഞാൽ അത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തോതിൽ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വിറ്റഴിക്കുന്ന ഒരു വസ്തുവാണ്. അത് സർക്കാർ വിൽക്കും. ഞാൻ പറഞ്ഞു അത് ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ അന്വേഷിച്ച് പോയാൽ ഈ സർക്കാർ ഈ ഓരോ ജീവനക്കാരും അവൻ്റെ വ്യക്തിപരമായിട്ട് എത്ര രൂപ നഷ്ടമെന്ന് കണക്കൂട്ടി 1 ലക്ഷം കോടിയിൽ എത്തിയിരിക്കുന്നത് മാത്രമല്ല നഷ്ടം, സമൂഹത്തിൻ്റെ നഷ്ടം. അത് നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിൻ്റെ നഷ്ടം അതാര് കണക്കൂട്ടുന്നു? അതും നമ്മുടെ JPA പുറത്തു കൊണ്ടുവരും. ഉദാഹരണത്തിന് ഈ 1 ലക്ഷം കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാർ നേരെ പോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനല്ലോ ചെയ്യുന്നത്. സർക്കാർ ജീവനക്കാർ സേവ് ചെയ്യാത്ത ആളുകളാണ്. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ 2-3 പേർക്ക്
സർക്കാർ ഉദ്യോഗസ്ഥൻ വരണമെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്തേക്കാം, ബാങ്കിൽ എന്തെങ്കിലും സേവ് ചെയ്തേക്കാം. പക്ഷേ കേരളത്തിലെ 75% സർക്കാർ ജീവനക്കാരും കടത്തിലാണ്, അതിഭീകരമായ കടത്തിലാണ്. നമ്മളൊരു കണക്കെടുത്തപ്പോഴേക്കും മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും ആവറേജ് ശരാശരി 5 ലക്ഷം രൂപ കടത്തിലാണ്. യഥാർത്ഥത്തിൽ അതിനേക്കാളും കൂടുതൽ, പക്ഷേ ആവറേജ് കൂട്ടി നോക്കുകയാണ് 5 ലക്ഷത്തിലധികം കടത്തിലാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ ഭാവി വരുമാനം എടുത്ത് ചെലവഴിക്കുന്ന വിഭാഗമാണ് സർക്കാർ ജീവനക്കാർ. ഭാവി വരുമാനം എന്ന് വെച്ചാൽ അവൻ്റെ ഭാവി ജീവിതം ഇല്ല, അതിനെടുത്ത് ആ ജീവിതത്തിനെ കടമെടുത്ത് ഇന്ന് ജീവിക്കുകയാണ്. ഭാവി ജീവിതത്തിനെ കടം വെച്ചിട്ടാണ് അവൻ ലോൺ എടുത്ത് ചെലവഴിക്കുന്നത്. ഈ ചെലവ് എവിടെയാണ് വരുന്നത്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ ഈ 1 ലക്ഷം കോടി രൂപ സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ, സർക്കാർ ജീവനക്കാർ ചെലവഴിക്കുന്ന മേഖലകൾ നമുക്കറിയാമല്ലോ, കൺസ്യൂമറാണ്, കൺസ്യൂമർ ഐറ്റങ്ങളാണ് വാങ്ങിക്കുന്നത്. അതുവഴി വരുന്ന ഒരു സാമ്പത്തിക സിദ്ധാന്തത്തിലൊരു മൾട്ടിപ്ലെയർ എന്നുള്ളൊരു സിദ്ധാന്തമുണ്ട്. എന്ന് വെച്ചാൽ ഒരാൾ 1000 രൂപ ചിലവാക്കുമ്പോഴേക്കും അത് സമൂഹത്തിൽ എത്ര രൂപയുടെ ഉൽപ്പാദനം ഉണ്ടാക്കും, എത്ര രൂപയുടെ വിനിമയം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഒരാളിന് 1000 രൂപ രാവിലെ കിട്ടുന്നു, അയാൾ ഉച്ചയാകുമ്പോഴേക്കും പോയി ഒരു ചിലവഴിക്കുന്നു, ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നു, ആ കടക്കാരൻ പോയി ആ സാധനത്തിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരു പ്രൊഡ്യൂസറുടെ നിന്ന് സാധനം വാങ്ങിക്കുന്നു, അയാൾ വേറൊരു പ്രധാന ഉൽപ്പാദകൻ്റെ നിന്ന് വാങ്ങുന്നു. അപ്പം 1000 രൂപയല്ല സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്, ഒരു 2000, 3000, 4000 രൂപയാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് കണക്കുണ്ട്. നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ചിലവൈറ്റത്തിൽ 2.5, 2.5 ഇരട്ടിയാണ് മൾട്ടിപ്ലെയർ. എന്ന് വെച്ചാൽ 1 ലക്ഷം കോടി രൂപ സമൂഹത്തിൽ വന്നിരുന്നെങ്കിൽ അത് 2.5 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിനിമയം ഉണ്ടാക്കിയേനെ. അപ്പോൾ അത് എത്ര തൊഴിലുണ്ടാക്കിയേനെ, തൊഴിലവസരങ്ങൾ എത്ര കൂടുതൽ ഉണ്ടായേനെ. ഈ ഉൽപ്പാദന മേഖലയിലും കൂടുതൽ തൊഴിലാളികളുടെ ആവശ്യം വരുന്നു. അങ്ങനെ സർക്കാരിന് എത്ര നികുതി കിട്ടിയേനെ അതിൻ്റെ ഫലമായിട്ട്. നമ്മുടെ GST വകുപ്പിലെ വളരെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അനിൽ സാർ അവിടെ ഇരിപ്പുണ്ട്. ആവറേജ് എത്ര GST കിട്ടും? 15 ആണോ? ആവറേജ് 9. എന്ന് വെച്ചാൽ 2.5 ലക്ഷം കോടി രൂപയുടെ 9% എന്ന് വെച്ചാൽ ഏതാണ്ട് 22,000, 23,000 കോടി രൂപ സർക്കാരിലേക്ക് തിരിച്ചു കിട്ടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാമൂഹ്യ നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിന്ന് തിരിച്ചു പിടിക്കുന്നത് സർക്കാരിൻ്റെ ലക്ഷ്യം ഇതാണ്. വേറൊരു ലക്ഷ്യം എന്താണ്? വെറും അത് ഈ സർക്കാർ ജീവനക്കാരുടെ നിന്ന് മാത്രം പിടിക്കുക എന്നുള്ളതല്ല. മറ്റൊരു ലക്ഷ്യം, സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത് ഒരു ബാർഗെയിനിങ് പവറുള്ള ഒരു ശക്തി ആയിരുന്ന കാലത്ത് നേടിയെടുത്ത അവൻ്റെ മിനിമം അവകാശം, സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിച്ചിരുന്നു. അത് കേരളത്തിന് അതിനകത്ത് പ്രത്യേക സ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അതിലൊരു പ്രത്യേക സ്ഥാനം കൈവരിക്കാൻ കാരണം കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ നാരായണ ഗുരുവും അയ്യങ്കാളിയുമൊക്കെ വെറും ആത്മീയ നേതാക്കളായിരുന്നില്ല. അവർ തൊഴിലാളികൾ സംഘടിക്കണം, അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് സംഘം ചേരണം, അങ്ങനെ സംഘടിതമായ സമരം കാണിച്ചു കൊടുത്ത ആളാണ് അയ്യങ്കാളി. അതേപോലെയുള്ള ആ പാരമ്പര്യത്തിൽ നിന്ന് വന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉജ്ജ്വലമായ സമരങ്ങളിലൂടെ സ്ഥാപിച്ചെടുത്ത, പ്രത്യേകിച്ചും ഉയർന്ന വിദ്യാഭ്യാസവും നേടി, ഉയർന്ന സാംസ്കാരിക നിലവാരം നേടി, ഉയർന്ന അവകാശബോധത്തോടെ പോരാടി നേടിയതാണ്, സ്ഥാപിച്ചെടുത്തതാണത്. അങ്ങനെ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ മാതൃകാപരമായ സേവന വേതന വ്യവസ്ഥകളുണ്ടായിരുന്നു. അതിനേക്കാളും ഉയർന്ന വേതന വ്യവസ്ഥകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് കിട്ടാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടായിരുന്നു, അപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ സ്ഥാപിച്ചെടുത്ത സർക്കാരിൻ്റെ തന്നെ സ്വന്തം തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകളാണ് ഇതര മേഖലയിൽ, സ്വകാര്യ മേഖലയിലടക്കം, വളരെ ചെറുകിട സ്വകാര്യ മേഖലയിലടക്കം ഉള്ള തൊഴിലാളികളുടെ വേതനത്തിൻ്റെയും ജോലി സമയത്തിൻ്റെയും അതുപോലെ മറ്റ് സേവന വ്യവസ്ഥകളുടെയും മാതൃകയായിട്ട് നിലനിന്നത്. ഇത്
ആഗോളവൽക്കരണ കാലത്ത് തൊഴിലാളികളെ ചൂഷണത്തിന് വിധേയമാക്കുന്നതിൽ മുതലാളിമാർക്ക് വലിയ തടസ്സമായിട്ട് നിന്നു സർക്കാർ ജീവനക്കാരുടെ മാതൃകാപരമായ സേവന വേതന വ്യവസ്ഥ. അതിനെ തകർക്കുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. ആ കാര്യമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയത്. പിണറായി വിജയൻ സർക്കാർ വന്നപ്പോഴേക്കും നമ്മൾ ഓർക്കണം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം എന്ന് സത്യപ്രതിജ്ഞ നടക്കുമ്പോഴേക്കും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത്. നിക്ഷേപ സൗഹൃദം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. പക്ഷേ വെറും നിക്ഷേപ സൗഹൃദം എന്നുള്ളതല്ല അതിനകത്ത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് ഭീകരമായ അർത്ഥമുള്ള ഒരു പദമാണ്. എങ്ങനെയാണ് ഇത് വരുന്നത്? ഇത് പിണറായി വിജയൻ തോമസ് ഐസക്കും കൂടി ഇരുന്ന് ആലോചിച്ച് എം എ ബേബിയും പ്രകാശ് കാരാട്ടും കൂടി ഇരുന്ന് ആലോചിച്ചാണോ? അല്ല, ഇത് ഗ്ലോബലൈസേഷൻ്റെ പുതിയ കാലത്തെ ആഗോളവൽക്കരണത്തിൻ്റെ പുതിയ ഘട്ടത്തിലെ നയമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. എന്ന് വെച്ചാൽ സർവ്വതും മുതലാളിമാർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. അവരെ വെറുതെ വിടുക, അവരിൽ ഇടപെടരുത് എന്നുള്ളതല്ല, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, തൊഴിലാളികളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറുന്ന ഒരു സർക്കാർ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതിനപ്പുറം അത് മാറി മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുക. തൊഴിൽ വകുപ്പ് എന്നുള്ളത് മുതലാളിയുടെ വകുപ്പാക്കുക. എല്ലാ തരം നിയമങ്ങളും, തൊഴിലാളികൾക്ക് അനുകൂലമായ സകല നിയമങ്ങൾ റദ്ദ് ചെയ്യുക. അതുമാത്രമല്ല, മുതലാളിമാരുടെ ആവശ്യകതകൾ എന്തൊക്കെയാണോ അത് നിർവഹിക്കാൻ വേണ്ടി ഭരണകൂട യന്ത്രം മുഴുവൻ സജ്ജമാക്കുക. അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഗ്ലോബലൈസേഷൻ്റെ അജണ്ടയാണ്. ലോക ബാങ്കിൻ്റെ ഡോക്യുമെൻറ്റുകൾ എടുത്ത് നോക്കി ഞങ്ങൾക്ക് വായിക്കാൻ പറ്റും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്താണ്, അതിൻ്റെ റാങ്കിങ് എന്താണ്, എന്തൊക്കെയാണ് ചെയ്യുമ്പോഴേക്കാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതൊരു മത്സരമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ റാങ്ക് പട്ടികയിൽ 1ാം സ്ഥാനത്ത് വരിക. അത് കണ്ടിട്ടാണ്, റാങ്ക് അനുസരിച്ചാണ് ലോക മുതലാളിമാർ ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ നിക്ഷേപം നടത്താൻ വരുന്നു എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിൽ കോഡുകൾ കൊണ്ടുവന്നത് മോദി സർക്കാർ. ഇതുവരെ ഉണ്ടായിരുന്ന 100 വർഷക്കാലത്തെ തൊഴിലാളികളുടെ സമരത്തിൻ്റെ ഫലമായി നേടിയെടുത്ത ആനുകൂല്യങ്ങളും അപ്പാടെ റദ്ദ് ചെയ്തിട്ട് മുതലാളിമാർക്ക് അനുകൂലമായ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. അത് ലേബർ കോഡെന്ന് പറയാൻ പോലും പറ്റില്ല. അത് ലേബറിനെ അടിച്ചമർത്തുന്ന മുതലാളിമാരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന നിയമങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത് നടപ്പിലാക്കുന്ന ഏജൻസി ഇവിടെ KSIDC ആണ്. KSIDCയുടെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എങ്ങനെയാണ് വന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ, ഈ സർക്കാർ എങ്ങനെയാണ് അതിനെ അച്ചീവ് ചെയ്തത്. ഇവർ മുതലാളിമാർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് മാത്രമേ പറയുള്ളൂ അതിനകത്ത്. പക്ഷെ തൊഴിലാളികളെ അവൻ്റെ സേവന വേതന വ്യവസ്ഥകൾ റദ്ദ് ചെയ്ത്, കട്ട് ചെയ്ത് അതിനെ ഏറ്റവും താഴെ തട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ മറ്റു വശത്തൂടെ നടത്തിക്കൊണ്ടെന്ന് നമുക്കറിയാം. അപ്പം അതിലൊന്നാണ് ഈ സർക്കാർ ജീവനക്കാരുടെ അവൻ്റെ കൂലി വ്യവസ്ഥകൾ ഇല്ലാതാക്കുക, കുറച്ചുകൊണ്ടുവരിക എന്നുള്ളത്. ഞാനെൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ് ഭരിക്കുന്നതിൻ്റെ മുദ്രാവാക്യം. അതിൽ 1ാം റാങ്കാണ് കേരളത്തിന്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 1ാം റാങ്കായിരുന്നു, ഇത്തവണ 1ാം റാങ്ക്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളികളെ എങ്ങനെ പരുവപ്പെടുത്തി എന്നുള്ളതാണ്. മുതലാളിത്തത്തിൻ്റെ ഒരു നിയമം അനുസരിച്ച്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുന്നതിൻ്റെ നിയമം അനുസരിച്ച് ബാക്കി എല്ലാ മേഖലകളിലും മുതലാളിമാർക്ക് തുല്യനിലയിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ തുല്യനിലയിലാവും. അവൻ്റെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ, അവൻ്റെ ഉൽപ്പാദനക്ഷമത കൂട്ടുന്ന കാര്യത്തിൽ, ഇതെല്ലാം മത്സരത്തിലൂടെ ഏതാണ്ട് തുല്യനിലയിലേക്ക് വരും. അവിടെ ഒരു മുതലാളി മറ്റൊരു മുതലാളിയെ കടത്തിവെട്ടാൻ ഉതകുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെ തൊഴിലാളിയെ പരമാവധി ചൂഷണം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതെങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്? ഒന്ന്, അവനെ കൂലി കുറച്ചിട്ട്, അവൻ്റെ ഉൽപ്പാദനം കൂട്ടിയിട്ട്, അവൻ്റെ തൊഴിൽ സമയം കൂട്ടിയിട്ട്, അവന് വിശ്രമം കൊടുക്കാതെ പണിയെടുപ്പിച്ചിട്ട്, അവൻ്റെ ഏറ്റവും ചോരത്തിളപ്പുള്ള, ഏറ്റവും ചെറുപ്പത്തിലുള്ള തൊഴിൽ ശക്തിയെ നിയോഗിച്ചുകൊണ്ട്, അവൻ്റെ തൊഴിൽ ശക്തി കായികമായി കുറയുമ്പോഴേക്കും അവനെ പിരിച്ചുവിടുക എന്നുള്ളത്.
അതിനു വേണ്ടിയിട്ടാണ് ഈ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവന്നത്. സ്ഥിര തൊഴിൽ കൊടുക്കുക. ഒരാൾ സർവീസിൽ കയറി 55-60 വയസ്സ് വരെ പ്രവർത്തിക്കുക എന്നുള്ളതല്ല, അവനൊരു 5 വർഷം മതി. 5 വർഷം പ്രവർത്തിക്കുക. അവനെ അങ്ങേറ്റം പിഴിഞ്ഞെടുത്ത് ഊറ്റിയെടുത്ത് 12 മണിക്കൂർ അവന് വീട്ടിൽ പോയാലും അവന് സ്വയം കൊടുക്കാതെ പണിയേൽപ്പിച്ച് കൊടുത്തിട്ട് അവൻ തളരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് 5 വർഷം കൊണ്ട് അവനെ പറഞ്ഞു വിട്ടിട്ട് അപ്പോഴേക്കും ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ 1000 ലക്ഷോ പേര് കാത്തിരിക്കുന്ന തൊഴിലാപ്പട അവിടെ നിൽക്കുന്നതുകൊണ്ട് അവർക്കത് പറ്റും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു തൊഴിൽ സമ്പ്രദായം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ നടപ്പിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ആ ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുക്കണം. ഇതാണ് കാര്യം. അവനനുഭവിക്കുന്ന അവൻ്റെ നഷ്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് മാത്രമാകുന്നില്ല. എന്തുകൊണ്ട് അവിടെ കൊണ്ട് നിർത്താൻ പറ്റും നമുക്ക്? ഇതിനൊരു പരിഹാരം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സർക്കാർ ജീവനക്കാർ നേടിയെടുത്തത് എവിടെയാണ്? അവൻ്റെ വിലപേശൽ ശക്തി ജ്വലിപ്പിച്ച് നിർത്തിയിരുന്ന കാലത്താണ്. അവൻ്റെ സമരശേഷി അത്രയും ഏറ്റുമുട്ടി വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിയിൽ ഉണ്ടായിരുന്ന സമയത്താണ്. എപ്പോഴാണ് അവൻ്റെ ഇതെല്ലാം കവർന്നെടുക്കപ്പെട്ടത്? അവൻ്റെ സമരശേഷി ക്രമേണ ദുർബലമാവുന്നതിനൊപ്പം, ഞാൻ നേരത്തെ ഒരു ഗ്രാഫ് പറഞ്ഞതുപോലെ, അവൻ്റെ സമരശേഷി ഒരു ഗ്രാഫായിട്ട് വരയ്ക്കാമെങ്കിൽ, സർക്കാരിൻ്റെ ആക്രമണങ്ങളെ വേറെ ഇതായിട്ട് വരയ്ക്കാമെങ്കിൽ, സമരശേഷി കുറയുന്നതിനനുസരിച്ച് സർക്കാരിൻ്റെ ആക്രമണങ്ങൾ കൂടി. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. ചെറുത്തുനിൽപ്പ് ശക്തി, വിലപേശൽ ശക്തി, തൊഴിലാളികളുടെ സംഘടിത ശേഷി, അവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ശേഷി, ഇത് കുറഞ്ഞു വന്നതാണ് ഇതിൻ്റെ കാരണം. അപ്പം പരിഹാരം എവിടെയാണ്? ഇത് പരിഹരിക്കണം. ഈ മേഖല നമ്മൾ പരിഹരിക്കണം. അത് പരിഹരിക്കാതെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയങ്ങൾക്കും പരിഹാരമില്ല. അത് നമ്മുടെ ഈ 1 ലക്ഷം കോടി രൂപയുടെ കൊള്ളയാവട്ടെ, നമ്മുടെ ഈ പാവപ്പെട്ട അധ്യാപകർ അവരുടെ ജീവിതകാലം മുഴുവൻ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകരുടെ അവരുടെ സർവീസ് കൗണ്ട് ചെയ്യാതെ ഇരിക്കുന്ന വിഷയമാവട്ടെ, ഇതെല്ലാം ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ജീവനക്കാരുടെ ഒരു പൊരുതുന്ന സംഘടനാ ശേഷികൾ. ആ സ്ഥാനത്ത് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? NGO യൂണിയൻ പോലെയുള്ള, ജോയിൻറ്റ് കൗൺസിൽ പോലെയുള്ള ഭരണകക്ഷി, നിലവിലുള്ള ഭരണകക്ഷി യൂണിയനുകൾ, അവരുടെ സ്വഭാവം നമുക്ക് അറിയാം. അവരുടെ വർഗ സ്വഭാവം മാറി. തൊഴിലാളികളുടെ കൂടെ അല്ല, തൊഴിലാളികളുടെ ശത്രുക്കളായിട്ട് നിൽക്കുകയാണ്. തൊഴിലാളികളുടെ സമരശേഷി സർക്കാരിനെതിരെ തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിചയങ്ങളായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പല മാർഗങ്ങൾ ഉപയോഗിക്കും. ഭീഷണി, ട്രാൻസ്ഫർ ഭീഷണി, അല്ലെങ്കിൽ അവനെ ദ്രോഹിക്കാനുള്ള ശേഷി, അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി നിലനിർത്തും. അതല്ലാതെ തീരെ സഹിക്കാൻ വയ്യാത്ത രീതിയിൽ വരികയാണെങ്കിൽ ഒരു പേരിന് വേണ്ടിയിട്ടുള്ള സമര ജാട നടത്തും. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ ജോയിൻറ്റ് കൗൺസിൽ എന്തോ ഒരു വലിയ തീവ്രമായ പ്രവർത്തനം നടത്തും നമ്മൾ തെറ്റിദ്ധരിച്ചു. ഇടയ്ക്ക് ഈ NPS വിഷയത്തിലൊക്കെ അവർ വലിയ സമരമൊക്കെ നടത്തിയെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ജോയിൻറ്റ് കൗൺസിൽ പോലെ ഇത്രയും അവസരവാദികൾ വേറെ ഒന്നുമില്ല. നമുക്കത് പരിചയമുള്ളതെന്ന് പറയാം. അവരുടെ ജീവിതം, അവരുടെ രാഷ്ട്രീയ മേലാക്കൾക്ക് CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അവർക്ക് ഈ CPM-ഉമായിട്ട് എപ്പോഴൊക്കെ വിലപേശേണ്ടി വരുമോ അപ്പോഴീ ജോയിൻറ്റ് കൗൺസിൽ സമരമായിട്ട് വരും. പക്ഷേ ഈ സമരം പ്രഖ്യാപിക്കും, പക്ഷേ അത് എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റില്ല. ഒരിക്കലും ഒരു ഡിമാൻഡ് നേടിയെടുത്തല്ല ഒരു സമരം അവസാനിക്കും. ഈ NPS വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ അപ്പം അങ്ങനെ ഒരു കൂട്ടം, പിന്നെ മറുവശത്ത് NGO അസോസിയേഷൻ ഒരു വിഭാഗമുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? അവരുടെയും ജീവനക്കാരെ സംഘടിപ്പിച്ച് അവരെ സമരസജ്ജരാക്കി വലിയൊരു പ്രക്ഷോഭത്തിലൂടെ ഡിമാൻഡ് നേടിയെടുക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ജീവനക്കാരുടെ പുറത്ത് അവരിൽ കുമിഞ്ഞുകൂടുന്ന അതൃപ്തിയെ ഈ സർക്കാരിനെതിരെ തിരിക്കുകയും അത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അത് വോട്ടാക്കി മാറ്റുക എന്നുള്ളത് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. BJPയുടെ സംഘടന വേറൊരു മേഖലയായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് സർവീസ് മേഖലയിൽ. അവർക്ക് ഈ വിഷയങ്ങളിലൊന്നും പറയാനുള്ള ധാർമ്മിക അവകാശം പോലുമില്ല. ഇവിടെ അവർ ഒരു ഒപ്പോസിഷൻ എന്നുള്ള നിലയിൽ പറയുന്നു. പക്ഷേ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കുന്നതെല്ലാം മോദി സർക്കാരിൻ്റെ നയങ്ങളാണ്, ഒന്നൊഴിയാതെ. അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത് ദേശീയ നയമാണ്. അതല്ലാതെ തന്നെ സ്ഥിര നിയമനങ്ങൾ ഇല്ലാതാക്കുക, കരാർ നിയമനങ്ങൾ, ദിവസ വേതനത്തിലുള്ള നിയമനങ്ങൾ,
ഒരു തരത്തിലും തൊഴിലവകാശങ്ങൾ കൊടുക്കാത്ത നിയമനങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ ദേശീയ നയമാണ്. അത് ഏറ്റവും ഫലപ്രദമായി പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നയങ്ങളെ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് നടപ്പിലാക്കുന്നത് കേരളത്തിലാണ്. അതാണ് വ്യത്യാസം. ഇപ്പം ബി ജെ പിയുടെ സംഘടന എന്താണ്? അവരും ഈ തരത്തിലുള്ള ഒരു പാർലമെൻ്ററി ഒപ്പോസിഷൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ജീവനക്കാരുടെ മേഖലയിൽ ജീവനക്കാരുടെ മാത്രം താല്പര്യം, അതിനെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റൊരു താല്പര്യവും അതിന് ഇടയിൽ വരാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആ തരത്തിൽ സ്ഥാപിച്ചെടുക്കപ്പെട്ടിട്ടില്ല. അതാണ് വിഷയം. നമ്മുടെ JPA അതാണ് ഉദ്ദേശിക്കുന്നത്. ജീവനക്കാരുടെ മേഖലയിൽ ഈ കക്ഷി രാഷ്ട്രീയ പരിഗണനയില്ലാതെ ജീവനക്കാരെ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ട് അവൻ്റെ അവകാശം പഠിപ്പിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള പ്രക്ഷോഭണങ്ങൾ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ സംഘടന കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് JPA ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശയതലത്തിൽ അതുണ്ട്. ഈ സർക്കാർ ജീവനക്കാരുടെ പ്രക്ഷോഭണങ്ങളെ വിജയം വരെ നയിക്കാനുള്ള ആശയതലത്തിൽ ഉള്ള കരുത്തുള്ള സംഘടനയാണ് JPA അഖിലേന്ത്യാ തലത്തിൽ. പക്ഷെ നമുക്ക് ഈ ശക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. സത്യം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ശക്തി വേണം. ശക്തി കൊണ്ട് മാത്രമേ സത്യം സ്ഥാപിച്ചെടുക്കാൻ പറ്റൂ. കാരണം മറുവശത്ത് ഈ കിരാതമായ ആക്രമണങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിയെടുക്കുന്നത് അതിനൊരു ശക്തി വെച്ചുകൊണ്ടാണ്, ഭരണകൂടത്തിൻ്റെ ശക്തി. അപ്പം അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശക്തി എന്താണ്? പ്രക്ഷോഭണത്തിൻ്റെ ശക്തിയാണ്. തൊഴിലാളികൾ അവരുടെ പണിമുടക്ക് അല്ലെങ്കിൽ തൊഴിലാളികളുടെ സംഘടിത പ്രക്ഷോഭം എന്ന് പറയുന്നത് അത് മാത്രമേ തൊഴിലാളിക്ക് ആയുധമായിട്ടുള്ളൂ. അല്ലാതെ ആയുധം എടുത്ത് പോരാടുക എന്നുള്ളതല്ല. അവൻ പണി മുടക്കുന്നു. അവൻ പണി ചെയ്യുന്ന ആളാണെങ്കിൽ പണി ചെയ്യാതിരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ പണിമുടക്കുക എന്ന് ഇപ്പം ക്രിമിനൽ കുറ്റമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു സംഗതി നമ്മൾ ഓർക്കണം, ഈ തൊഴിലാളികളുടെ അവകാശബോധത്തെയോ അവൻ്റെ വർഗബോധത്തെയോ ഒന്നും ഒരു നിയമം കൊണ്ട് റദ്ദ് ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ ഈ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന വിഷയം. നിയമം കൊണ്ട് അവകാശബോധത്തിനെ റദ്ദ് ചെയ്യാൻ പറ്റില്ല, വിരോധിക്കാൻ പറ്റില്ല. കാരണം അത് യാഥാർത്ഥ്യമാണ്. അവൻ അനുഭവിക്കുന്ന ചൂഷണം യാഥാർത്ഥ്യമാണ്. അവൻ്റെ ജീവിതം യാഥാർത്ഥ്യമാണ്. അവൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവൻ തേടുന്ന അവൻ്റെ അധ്വാന ശക്തി നേടുന്നത് വെച്ചിട്ട് അവന് ജീവിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് അവൻ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ അവകാശബോധം അതിന് തടയാൻ പറ്റില്ല. നിങ്ങൾ ഒരു 2-3 ദിവസം മുമ്പുള്ള വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാനിപ്പട്ടിൽ, ഹരിയാനയിലെ പാനിപ്പട്ടിൽ അവിടുത്തെ റിഫൈനറിയിലെ 80,000 തൊഴിലാളികൾ പണിമുടക്കി. 80,000 കരാർ തൊഴിലാളികളാണ്. പണ്ട് 80,000 കരാർ തൊഴിലാളികൾ കാണില്ല, കരാർ തൊഴിലാളി 80,000 പേര്. അവരെന്തിനു വേണ്ടിയിട്ടാണ് പണി മുടക്കുന്നത്? 8 മണിക്കൂർ തൊഴിൽ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 12 മണിക്കൂറാണ്. 12 മണിക്കൂറിൻ്റെ വിഷയം എന്താണ്? അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയിൽ 8 മണിക്കൂർ വെച്ചിട്ടാണ് തൊഴിൽ സമയമെങ്കിൽ 3 ഷിഫ്റ്റ് പ്രവർത്തിക്കണം. 12 മണിക്കൂറാണെങ്കിലും 2 ഷിഫ്റ്റ് പ്രവർത്തിച്ചാണ്. എന്നുവെച്ചാൽ 3-1 തൊഴിലാളികളുടെ ആവശ്യമില്ലാതെ ആ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കാലത്ത് ലേബർ കോഡ് നിലവിൽ വന്നതിന് ശേഷം ഈ നാട്ടിൽ തൊഴിലാളി സമരങ്ങളെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. ഇനി ആരും തൊഴിലാളി സമരം നടത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവിടുത്തെ തൊഴിലാളികൾ സമരം ചെയ്തു. പണി മുടക്കി അവരുടെ ഡിമാൻഡുകൾ മുഴുവൻ നേടി. 8 മണിക്കൂറിലേക്ക് കൊണ്ടുവന്ന ജോലി സമയം കൂടുതൽ പണിയെടുപ്പിക്കുകയാണെങ്കിൽ ഇരട്ടി വേതനം കൊടുക്കണം. ഇതായിരുന്നു നിലവിലുള്ള നിയമം. അത് പുനഃസ്ഥാപിച്ചു. ഇങ്ങനെ വിജയങ്ങൾ, തൊഴിലാളികൾ സമരം നേടി വിജയിപ്പിക്കുന്ന ചരിത്രം നമ്മൾ കാണും. ആശമാരുടെ സമരം നിങ്ങൾ നോക്കിയെന്നല്ലേ, 9 മാസം അവർ ഡിമാൻഡ് നേടിയെടുക്കുന്നവരെ പോലും അങ്ങേറ്റം ത്യാഗങ്ങൾ സഹിച്ചു. പക്ഷേ പൊരുതി നേടി. ഇന്നലെ KSRTCയിലെ തൊഴിലാളികൾ, എംപാനൽ തൊഴിലാളികളെ പിരിച്ചുവിട്ടു. അവരെ കരാർ തൊഴിലാളികളായിട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ നീണ്ടു നിന്ന നിയമപോരാട്ടത്തിനൊടുവിൽ അവരെ തിരിച്ചെടുക്കാനും അവർക്ക് പണിയിൽ നിന്ന് പുറത്തു നിന്ന കാലത്ത് പകുതി ശമ്പളം കൊടുക്കാനും ഉത്തരവ് വന്നു. എന്തുകൊണ്ടാണ്? തൊഴിലാളികളുടെ ഒരു സമര
ശക്തി അപ്പുറത്തുള്ളതുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത്, അല്ലെങ്കിൽ കോടതി ഉത്തരവിടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇച്ചിരി ദീർഘിപ്പിച്ചു പോയി, കുറച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ ഈ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫാക്ടേഴ്സ് നമ്മുടെ ശ്രദ്ധയിൽ വരണം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമുക്ക് ഇനി വേണ്ടത് ഒരു ശക്തമായ ഒരു സംഘടനയാണ്. നിവർന്നു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനും ആവശ്യങ്ങൾ ഉന്നയിക്കാനും നേടിയെടുക്കുന്നവരെ പൊരുതാനുമുള്ള ശക്തമായ ഒരു കരുത്തുള്ള സംഘടന ആവശ്യം. ജീവനക്കാർ അതിന് സന്നദ്ധരാകും എന്നുള്ളതാണ് അവരുടെ മനസ്സ് പറയുന്നത്. ഒരേ ഒരു കാര്യമുള്ളൂ, അവരൊരു ഭയത്തിൻ്റെ പിടിയിലാണെന്നുള്ളത് മാത്രമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്കെന്ത് സംഭവിക്കും എന്നുള്ള ഭയത്തിൻ്റെ പിടി മാത്രമേ ഉള്ളൂ. ആ ഭയത്തിൽ നമുക്ക് മോചിപ്പിക്കാൻ പറ്റുമെങ്കിൽ പൊരുതിയാലേ നമുക്ക് നേടാൻ പറ്റും. നമ്മൾ ഈ ഭയന്നിരുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നത്, നമ്മളൊന്നും ചെയ്യാതിരുന്നത് നഷ്ടപ്പെടുന്നതിൻ്റെ എത്രയോ ഒരു ചെറിയ ശതമാനമാണ്. ഒരു പ്രക്ഷോഭത്തിൽ ഇറങ്ങി അതുവഴി എന്തെങ്കിലും കഷ്ടനഷ്ടം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാതിരുന്നാലുണ്ടാകുന്ന നഷ്ടമെന്ന് നമ്മുടെ ജീവിതം നഷ്ടപ്പെടും. ചിലപ്പോൾ നമ്മൾ നാളെ പിരിച്ചുവിടാക്കാം. നമുക്കൊരു പെൻഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ നാളെ തരില്ല എന്ന് പറയാം. അപ്പോഴും നമ്മൾ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാതിരുന്നാലും നമുക്കെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഭയം മാറ്റിയെടുത്ത് അവർക്ക് ശരിയായ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ദിശാബോധം കൊടുത്തുകൊണ്ട് ക്രമേണ നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് നമ്മുടെ സംഘടനയെ എടുക്കാമെങ്കിൽ ഈ വരാൻ പോകുന്ന കാലം, നമ്മൾ ഈ കൺവെൻഷൻ കൂടുന്നത് ഈ ഫെബ്രുവരി മാസം അവസാനം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. അത് കഴിഞ്ഞാൽ ഒരു സർക്കാർ വരും, ഏതെങ്കിലും ഒരു സർക്കാർ വരും. നമുക്കതിനെ സംബന്ധിച്ച് ഏത് സർക്കാർ വരും എന്നുള്ളതിനെ ഭരണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് വലിയ ഇതൊന്നും നമ്മുടെ മുമ്പിലുള്ള, കാരണം സർക്കാരുകൾ വരും പോവും, മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് അറിയാം. ഞാൻ ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഏതാണ്ട് 10 സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ഷൻ കഴിയും, ആ സമയത്ത് ഒരു 1-2 മാസം ഒരു പ്രത്യേകതരം ഒരു ഇളക്കം ഉണ്ടാകും. അത് കഴിയുമ്പോൾ എല്ലാം പഴയപടി തന്നെയാണ്. പഴയ ലോബികൾ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മുടെ നേർക്ക് കാണുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ ഒരു പുതിയ സർക്കാർ വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഇലക്ഷൻ്റെ പത്രക്കാരും മാധ്യമങ്ങളെല്ലാം കൂടെ സൃഷ്ടിക്കുന്ന വലിയൊരു ഇത് ഒഴിച്ച് മറ്റൊന്നും സംഭവിക്കാൻ പോകും. പക്ഷേ ഈ സർക്കാർ എന്തായാലും ഈ സർക്കാരിനെ നമുക്ക് തുടർന്ന് ഭരിക്കാൻ അർഹതയില്ല എന്നവർ തെളിയിച്ചു കഴിഞ്ഞാണ്. അത് വേറെ സംഗതി. നമുക്കറിയാം, 10 വർഷം നമ്മുടെ ഇന്ന് കവർന്നെടുത്തതിൻ്റെ ഒരു ചെറിയ വിഹിതം തന്നിട്ട് ഇപ്പോൾ അളവാണ്. എല്ലാം മറന്ന് ഇത്രയും പ്രജ്ഞയില്ലാത്ത ആളാണ് ഈ സർക്കാർ ജീവനക്കാരെന്നുള്ളത്. ഒരു PSC ടെസ്റ്റൊക്കെ എഴുതി പാസ്സാകുന്ന മിനിമം ബോധമുള്ള ആളല്ലേ. പണ്ട് ഈ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ്, നമ്മുടെ ആർ ശങ്കർ എന്ന് പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടൂൺ, വളരെ പ്രസിദ്ധമായ കാർട്ടൂൺ. നെഹ്റുവിൻ്റെ കാലത്ത് എന്തോ ഒരു ആനുകൂല്യം ആളെ കിട്ടുള്ളൂ. ഒരുപാട് ആനുകൂല്യങ്ങൾ കവർന്നെടുത്തിട്ട് കുറച്ച് കൊടുക്കും. അപ്പോൾ അതിനെ കാർട്ടൂണാക്കിയാണ്. ഒരു പട്ടി വിശന്ന് വലിഞ്ഞ് ഈ വാരിയലൊക്കെ പുറത്ത് കാണുന്ന ഒരു പട്ടി. ആ പട്ടിയുടെ വാല് മുറിച്ചിട്ട് പട്ടിക്ക് തന്നെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം, വാലിൻ്റെ ഇറച്ചി കഷ്ണം. അവൻ്റെ തന്നെ വാലാണ്. അതേപോലെയാണ് ഈ സർക്കാർ അവസാനിക്കാറായപ്പോഴേക്കും കുറച്ച് ഇതുവരെ പിടിച്ചെടുത്തതെന്ന് ഒരു വിഹിതം കൊടുത്തിട്ട് കൊണ്ടുപോകും ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുടെ വോട്ട് ചെയ്യുന്നു. ഈ സർക്കാർ തുടർന്ന് വരികയോ അല്ലെങ്കിൽ വേറെ സർക്കാർ വരികയാണെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് ഓർക്കണം, ഇത് അടിസ്ഥാന മുതലാളിത്ത വ്യവസ്ഥയുടെ നയങ്ങളാണ്. അതിൻ്റെ നടത്തിപ്പുകാരെന്നുള്ള നിലയിൽ അധികാരത്തിലേറുന്ന ഏതൊരു സർക്കാരും അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. മുതലാളിത്തത്തോട് കമ്മിറ്റ്മെൻറ്റ്, തൊഴിലാളികളോട് അല്ലാതെ മുതലാളി വർഗത്തോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ് ഏത് സർക്കാരും അത് നടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കധികം താമസിയാതെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജീവനക്കാരുടെ വിഷയങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെയുള്ള പ്രക്ഷോഭങ്ങൾ വേണ്ടി വരും, കൂടുതൽ രോഗകരമായ നടപടികൾ വരും. അപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയുള്ള സംഘടിതമായ ശേഷി വളർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടെ ഈ കൺവെൻഷൻ ആലോചിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു.